അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ സംഭവം പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റും ഒരു സ്റ്റോറേജ് സ്പേസുമായിട്ടൊരു യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു PVC ഡോറ് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് മിനിമലായിട്ട് ചെയ്തതാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് പുതിയത് ചെയ്യാം. അപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ടോപ്പിലൊരു ക്രോക്കറി സാധനങ്ങൾ വെക്കാവുന്ന രീതിയിലാണ്. പിന്നെ ഇതിൽ ലൈറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ പോയിന്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മേളിൽ ഈ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്ത് എന്നിട്ടൊരു ഗ്ലാസിൻ്റെ ഷെൽഫാണ് കൊടുത്തേക്കുന്നത്. താഴത്ത് നമുക്ക് ഈ ക്രോക്കറിയായിട്ട് ബന്ധപ്പെട്ട ചെറിയ പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒറ്റൊരു പോളിഷ്ഡ് ആയിട്ടുള്ള ഡോറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ താഴത്ത് വരുമ്പോൾ ഈ ഒരു പോർഷൻ 2 ഡിവിഷൻ കൊടുത്ത്, അതായത് ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു സൈഡിൽ ഒരു 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സൈഡിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വലിയ സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മിക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാനലിങ് ചെയ്തേക്കുന്നത് PVC ലാമിനേഷൻ ഷീറ്റിലാണ്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് വർക്കുകൾ ഫുള്ളൊരു വുഡൻ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഴുക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നീറ്റായിട്ടിരിക്കും, പെട്ടെന്ന് അഴുക്കാകത്തില്ല. വൈറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴുക്കാവും, ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഡോർ ഇത് HDHMR പ്രീ ലാമിനേറ്റഡ് HDHMRലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡോറ് മാത്രമാണ് നമ്മൾ പ്ലൈവുഡിൽ മൈക്ക ഒട്ടിച്ചിട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ ഇൻസൈഡ് ലൈനർ മൈക്ക കൊടുത്തേക്കുന്നത് ലിനൻ ഫിനിഷിലുള്ള മൈക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ വൈറ്റാണ് കൊടുക്കുന്നത്. വൈറ്റിനെക്കാട്ടി ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഉണ്ട്, പക്ഷേ അഴുക്ക് പിടിക്കാത്തൊരു വൈറ്റാകുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. ഇതാകുമ്പോൾ ആ പ്രശ്നം വരത്തില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഒരു ഫ്യൂച്ചർ നോക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തേക്ക് കുറച്ചുകൂടെ പ്രൊജക്ഷൻ ഇട്ടിട്ട്, അതായത് ഇപ്പോൾ ഈ ക്രോക്കറി സാധനങ്ങളൊക്കെ ഈ പ്ലേറ്റൊക്കെ വെക്കേണ്ടതിന് നമുക്ക് കുറച്ച് വീതി കൂട്ടി നമുക്കൊരു 40 സെൻറ്റിമീറ്ററെങ്കിലും ഇൻസൈഡ് കിട്ടി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ വിഡ്ത്ത് കുറവാണെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മൈക്ക ഇതിൽ ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡോറ് പ്ലൈവുഡിൽ മൈക്ക പ്രസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇൻസൈഡ് മാത്രമാണ് ഈ HDHMR ചെയ്തേക്കുന്നത്. ബാക്ക് PVC ലാമിനേഷൻ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ 5mm ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത്. അലൂമിനിയം പ്രൊഫൈൽസിൽ 5mm ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത്.